ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ഒരുപാട് ദിവസങ്ങളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, മാത്രമല്ല ലോങ് വീഡിയോ ഇട്ടിട്ട് നല്ല ഡേയ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ ഡൽഹിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനിപ്പോൾ 1.5 വയസ്സ്, ഇന്ന് 1.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവനെയും കൊണ്ടാണ് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേർണി ആയിരുന്നു. അപ്പോൾ എനിക്ക് അറിയത്തില്ല അവന് ഇരിക്കാൻ പറ്റുമോ, 3 hours ഉണ്ട്. അപ്പോൾ അവന് പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. നല്ല ടെൻഷനിലായിരുന്നു. പക്ഷേ എന്താ പറയുക, നല്ല രീതിയിൽ അവനും ഞങ്ങളുടെ കൂടെ സഹകരിച്ചു. കാരണം അവൻ ഒരു നിമിഷം പോലും ഒന്ന് കയ്യിലിരിക്കുക അല്ലെങ്കിൽ ഒന്ന് മര്യാദയ്ക്കിരിക്കുന്ന ടൈപ്പല്ല. അവന് ഇങ്ങനെ മറിച്ച് നടക്കണം. പക്ഷേ എന്താ ചെയ്യുക, അവൻ ഓക്കെ ആയിരുന്നു. എങ്കിലും ഏറെക്കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അല്ലാണ്ട് നോക്കിയാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ട്രെയിൻ ജേർണിയിൽ ഞാൻ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെയാണ് കരുതിയത്, അല്ലെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് മോംസ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്കും ആഗ്രഹം കാണും ഇതുപോലെ ഡൽഹി അല്ലെങ്കിൽ ഇതുപോലെ ലോങ് ട്രെയിൻ ജേർണിയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ജേർണിയോ ഒക്കെ അവർക്കും ഉണ്ടാവും ഇങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹം. അപ്പം പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, വേറൊന്നുമല്ല. ഞാൻ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ കരുതി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഞാൻ AC കമ്പാർട്ട്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ടയർ AC ആയിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്നും നിസാമുദ്ദീൻ എക്സ്പ്രസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്ന ട്രെയിൻ എന്ന് പറയുന്നത്. നൈറ്റ് ആയപ്പോൾ നല്ല തണുപ്പ്, ആവശ്യത്തിന് തണുപ്പുണ്ടായിരുന്നു. കുഞ്ഞ് AC കിടക്കുന്നത് കൊണ്ട് അവന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവൻ എന്തായാലും സ്വെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവന് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അതിനുശേഷം ഈ വീഡിയോ എടുക്കുന്നത് അവിടെ റൂമിലെത്തിയതിന് ശേഷമാണ്. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ഏതൊരു ജേർണിക്കാണെങ്കിലും നമ്മൾ ഇത്രയും വലിയൊരു ലോങ് ജേർണി ആകുമ്പോൾ നമ്മൾ എന്തായാലും കുഞ്ഞിൻ്റെ മെഡിസിൻസ് എല്ലാം കരുതണം. അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഡൈപ്പേഴ്സ്, അതുപോലെ അവൻ്റെ ഡ്രസ്സസ് ആണെങ്കിലും അങ്ങനെ നമ്മൾ അവന് ഫുഡ് എല്ലാം വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു ബാഗിൽ തന്നെ നമ്മൾ കരുതി വയ്ക്കുക. ഞാൻ അവന് എന്തൊക്കെ മെഡിസിൻസ് ആണോ ഉള്ളത് അതെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ലീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സേഫായിട്ടിരിക്കും. പിന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ടോയ്സ്, നമ്മുടെ മക്കൾക്ക് ഏതൊക്കെ ടോയ്സാണ് ഇഷ്ടം എന്നുള്ളത് നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കരുതുക. അതുപോലെ തന്നെ ഞാൻ വേറൊരു വെറ്റ് ടവൽ എടുത്തിട്ടുണ്ടായിരുന്നു. ടവൽ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് വെറ്റ് വൈപ്സ് ആണ്. പിന്നെ അവന് ആവശ്യമായിട്ടുള്ള ചീപ്പ്, അതുപോലെ തന്നെ സോപ്പ്, എണ്ണ, പിന്നെ കുഞ്ഞിൻ്റെ ബ്രഷ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡയപ്പർ ചേഞ്ചിന് ഇത് കുഞ്ഞിൻ്റെ പണ്ടത്തെ സാധനം, പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടത്തിന് നമുക്ക് ട്രെയിനിലായതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താനൊന്നും പറ്റത്തില്ലല്ലോ, കാരണം എത്രത്തോളം വൃത്തിയുണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലാസ്ക് നിറച്ച് ഞാൻ ചൂടുവെള്ളം, നമ്മൾ അന്നേ ദിവസം 2:30 എങ്ങാണ്ടോ ആയിരുന്നു ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ചൂടുവെള്ളം നിറച്ച്, നല്ല തിളച്ച വെള്ളം നിറച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൂട് പാല്, അവന് വൈകുന്നേരം എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂട് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് കഴിക്കുന്ന, നമുക്കറിയാമല്ലോ നമ്മുടെ മക്കൾ എന്താ കഴിക്കുക, പഴമാണെങ്കിൽ പഴം, അതല്ലെങ്കിൽ ആപ്പിളോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ അത് 2 ദിവസമൊക്കെ കേടാവാണ്ടിരിക്കും. ഞാൻ കേടാവാത്ത ഫുഡായിരുന്നു മാക്സിമം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സെർലാക്ക്, അത് മസ്റ്റാണ്. കാരണം നമുക്ക് വേറൊന്നും കൊണ്ടുപോകാനൊന്നും ഇല്ല. ഞാൻ പിന്നെ അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പനങ്കൽക്കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം റൂമിലെത്തിയതിന് ശേഷം ഞാൻ അവന് കുറുക്കി കൊടുത്തത് അമൃതം പൊടിയൊക്കെയാണ്. അതുപോലെ തന്നെ സ്പൂണ്, പിന്നെ പാത്രം, ഇതുപോലത്തെ പ്ലേറ്റ്, കെറ്റിലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹോട്ടലിൽ തന്നെ കെറ്റിൽ അവൈലബിൾ ആയിട്ടും ഉണ്ടായിരുന്നു.
പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സെർലാക്കൊക്കെയാണ്. സെർലാക്ക് 2 ഐറ്റം സെർലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, 2 ഫ്ലേവർ ആയിട്ടുള്ളത്. അതാകുമ്പോൾ കുഞ്ഞിന് നമുക്ക് ചൂടോടെ നമുക്ക് ഫ്ലാസ്കിലിരിക്കുന്ന വെള്ളം ഒഴിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ലോങ് ട്രെയിൻ ജേർണിയിൽ നമുക്ക് ഏറ്റവും ഈസിയാണ് ആ ഒരു വേ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് പഴം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അല്ലെങ്കിലും കുഞ്ഞിന് മാത്രമായിട്ട് ജസ്റ്റ് ഒരു 2-3 എണ്ണം മേടിച്ച് വെച്ചിരുന്നാൽ അവർ കഴിക്കുമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ മാതളം ആയാലും പൊളിച്ച് വെച്ച് കൊടുത്താൽ കഴിക്കുമെങ്കിൽ ഓക്കെയാണ്. ഇപ്പം വലിയ ഇതില്ല, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കുഞ്ഞ് കഴിച്ച് പോകുന്നതേ ഉള്ളൂ. അടുത്ത നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഒരു മോമിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞും ബ്രസ്റ്റ് ഫീഡിങ് ബേബിയാണ്. അപ്പോൾ അവനിതുപോലെ എൻ്റെ ബർത്തിൽ ഞാനിതുപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയും എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നാലേ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ടായിരുന്നു രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ലോങ് ജേർണിയിൽ എനിക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. കാരണം ഞാനും കുഞ്ഞും മാത്രമേ ആ ഒരു ഇതിൽ ഇരിക്കുന്നുള്ളൂ, ആ ഒരു ബർത്തിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ സേഫ് ആൻഡ് നല്ലൊരു കംഫർട്ട് കിട്ടിയത് അതിന് ശേഷമാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിന് ട്രെയിനിലെ ഫുഡ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക, അത് നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മൾ കയ്യിൽ ക്യാരി ചെയ്യുക. ഇതുപോലെ പാലാണെങ്കിലും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിലും മോസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ അവന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും ക്യാരി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയപ്പേഴ്സ്, അവരുടെ ഡ്രസ്സുകൾ, മെഡിസിൻസ്, അങ്ങനെയുള്ള ടോയ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ലോങ് ജേർണിയിൽ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കാര്യം, അവൻ ഒരുപാട് നേരം ഇങ്ങനെ കയ്യിലിരിക്കുകയോ അങ്ങനെ ഉള്ളൊരു ടൈപ്പല്ല. അപ്പോൾ അവൻ കുറച്ച് നേരമൊക്കെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. അവന് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് കുഞ്ഞിലെ ഇതുപോലെ ട്രാവൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവന് കുഴപ്പമില്ല. പക്ഷേ ട്രെയിൻ ജേർണി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം നമ്മൾ കുറച്ച് ബ്രെഡ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സീനില്ല, നമുക്ക് ഏത് ഫുഡാണെങ്കിലും നമുക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക. ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാം ഒരുപോലെയാണ്. കാരണം ഫ്ലൈറ്റിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്യാരി ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഇതേ മെത്തേഡ് തന്നെയാണ്. ഈ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും നമ്മൾ ക്യാരി ചെയ്യേണ്ടത്. ഞാൻ തിരിച്ച് ഫ്ലൈറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴെനിക്ക് അങ്ങോട്ട് നമ്മൾ ട്രെയിനിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ തിരിച്ചും ട്രെയിനിലാണെങ്കിൽ വീണ്ടും നമ്മൾ ഇത്രയും ഡിസ്റ്റൻസും കൂടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ടയേർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ കുഞ്ഞുള്ളതുകൊണ്ട് അങ്ങോട്ട് ട്രെയിനിലാക്കുക, തിരിച്ചിങ്ങോട്ട് ഫ്ലൈറ്റിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും നമുക്കതൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് വരാൻ പറ്റും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊന്നുമില്ല, ഞാൻ മോസ്റ്റ്ലി കുഞ്ഞിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ ക്യാരി ചെയ്യണം എന്നുള്ളതൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.